അനന്തൻ തുടരുന്നുണ്ട്. അനന്ത ഇപ്പോൾ അമൽ സൂചിപ്പിച്ച കാര്യങ്ങൾ രാഷ്ട്രീയവുമായി ഈ അന്വേഷണം കൂട്ടിച്ചേർക്കുമ്പോൾ വി.ഡി. സതീശൻ ഇന്ന് ഉന്നയിച്ചൊരു കാര്യമുണ്ട് പ്രധാനപ്പെട്ടത്. കാരണം തലേന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടുന്നതിൻ്റെ തലേന്ന് തന്നെ ഈ കാര്യങ്ങൾ ഇവർക്ക് അറിയാമായിരുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. നേരത്തെ MLA വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതൊക്കെ ശരിയാണ്. കേരള പോലീസിൻ്റെ ഒരു പ്രാപ്തിയും ശേഷിയും വെച്ച് നോക്കിയാൽ ഇത്രയൊന്നും കാലതാമസം ഒരു MLA കണ്ടെത്താൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത്രയേറെ കാര്യശേഷിയുള്ളൊരു സംവിധാനമാണ് പോലീസ്. പക്ഷേ രാഷ്ട്രീയപരമായി കുറച്ച് പോകട്ടെ, കുറച്ച് നീണ്ടുപോകട്ടെ. ഒപ്പം കോടതിയിലെ ചില നടപടികൾ, മുൻകൂർ ജാമ്യമൊക്കെ തേടുന്നതിന് മുൻപ് ഒരു അറസ്റ്റ് വന്നാൽ അത് വേറെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ പലവിധ ഘടകങ്ങൾ ചേർന്നാണല്ലോ സത്യത്തിൽ ഈ 8-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കാനുണ്ടായ സാഹചര്യം. ദിവിഷ, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വേണമെങ്കിൽ രാഷ്ട്രീയമായി അങ്ങനെ വ്യാഖ്യാനിക്കാം. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്ന ഒരു പരാതി, അപ്പോൾ ആ പരാതിയിൽ അതിനു മുൻപ് നിലവിൽ ഭരിക്കുന്ന പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന വലിയൊരു ആരോപണം, അത് ചെറുതല്ല, വളരെ ഗൗരവമുള്ള ഒരു ആരോപണം, ശബരിമല സ്വർണ്ണക്കൊള്ള, അതിൻ്റെ അന്വേഷണ പുരോഗതിയൊക്കെ കേരള സമൂഹം ആശങ്കയോടെ ചർച്ച ചെയ്യുന്നൊരു സമയം. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേരത്തെ വരികയും അത് പിന്നീട് തണുത്തു പോവുകയും ചെയ്തത്. അപ്പോൾ അത് വീണ്ടും ഒരു പരാതിയായിട്ട് വരുമ്പോൾ അതിനെ കോൺഗ്രസ് നേതൃത്വം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഇലക്ഷന് മുൻപ് തട്ടിക്കൂട്ടി കൊണ്ടുവന്ന ഒരു പരാതി എന്ന മട്ടിലായിരുന്നു. പക്ഷേ അത് അവരുടെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായിരുന്നു. മാത്രമല്ല, ഈ കേസ് അല്ലെങ്കിൽ ഈ പരാതി ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ പക്കലേക്ക് എത്തില്ല എന്ന് ഒരു പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും പാർട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരികയും ശബ്ദരേഖ പുറത്തു വരികയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ പാർട്ടി ഒരു നടപടിയൊക്കെ സസ്പെൻഷൻ നടപടിയൊക്കെ ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ ഇതൊരു ചില ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു പരസ്പര വിശ്വാസത്തിൽ അതിൻ്റെ പ്രശ്നത്തിലുണ്ടായ ഒരു പരാതി എന്ന രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. മാത്രമല്ല, ഇത് ഒത്തുതീർപ്പാകും എന്നുള്ളൊരു ധാരണ പാർട്ടി നേതൃത്വത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വിശ്വസിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതൃത്വം ഒരു പക്ഷേ തിടുക്കപ്പെട്ട് രാഹുലിനെതിരെ കടുത്ത നടപടികളൊന്നും വേണ്ട, അയാൾക്ക് നിയമപരമായ പരിരക്ഷയൊക്കെ കിട്ടുമ്പോൾ വലിയ ആഹ്ലാദത്തോടെ അയാൾ പാർട്ടിയിൽ സജീവമാകുന്നത് സ്വപ്നം കണ്ടിരുന്ന നേതാക്കൾക്ക് മുന്നിലാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ആ വെള്ളിടി പോലത്തെ വിധി വരുന്നത്. അയാൾ പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് വിലയിരുത്തിക്കൊണ്ട് മുൻകൂർ ജാമ്യം തള്ളുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുകൊണ്ട് പോലീസ് അന്വേഷണം അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ വൈകുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അങ്ങനെ വേണമെങ്കിൽ രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ വാദിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് സ്വാഭാവികമായും എടുക്കുന്ന കാലതാമസം മാത്രമേ പോലീസ് എടുക്കുന്നുള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ ഈ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്ത്. അതൊരു പൂവാലൻ കേസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഈവ് ടീസിംഗ് കേസാണ്. അത്ര മാത്രമേ ഉള്ളായിരുന്നു. കാരണം 5 മൂന്നാം കക്ഷികളുടെ പരാതിയിലാണ് കേസെടുത്തത്. അതിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരാതിയുമായി വന്ന ആളെ അടക്കം കാണുകയും ഒരു മുതിർന്ന വനിതാ ഓഫീസർ, IPS ഓഫീസറെ അടക്കം അവരെ മീഡിയേറ്ററാക്കി സംസാരിച്ചുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടെങ്കിൽ അത് നീങ്ങാനുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ആ ഘട്ടത്തിൽ പരാതി വന്നില്ല. പിന്നീട് ഇങ്ങനൊരു പരാതി വരും എന്നുള്ളൊരു പ്രതീക്ഷയും പോലീസിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്നാണ് ഈ പരാതി വന്നത്. ആ പരാതി വരുമ്പോൾ അത് സ്വാഭാവികമായും നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംഘത്തിന് മുൻപാകെ അല്ല വരുന്നത്, അത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രി ADGPയെ വിളിച്ചു വരുത്തി ആ പരാതി ഏൽപ്പിക്കുകയും മേൽത്തട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ നടപടികൾ എവിടെ തുടങ്ങണമെന്നുള്ള ആലോചന ചെയ്യുന്ന നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനൊരു അന്വേഷണ സംഘം, അത് അല്ലാതെ ചാടിക്കേറി ഒരു MLA ആയി ഇരിക്കുന്ന ഒരാളെ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും തീരുമാനമായെങ്കിൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് പോകാൻ പറ്റൂ. മാത്രമല്ല, ഈ പരാതി എഴുതി നൽകിയ ആളുടെ മൊഴി കൂടി രേഖപ്പെടുത്തണം. അപ്പോൾ ആ മൊഴി റെക്കോർഡായാൽ മാത്രമേ അറസ്റ്റിലേക്ക് പോകാൻ പറ്റൂ. അതിനൊക്കെ ഒരുപാട് സമയമെടുത്തു. കാരണം അന്ന് റൂറൽ SP ഓഫീസിലെ മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചത്. റൂറൽ SP ഓഫീസിൽ രാത്രി 5 മണിക്കൂറാണ് മൊഴിയെടുപ്പ് നീണ്ടത്. അപ്പോഴേക്കും അർദ്ധരാത്രിയായി. അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലം വിട്ടു കഴിഞ്ഞു. അപ്പോൾ അയാൾ എങ്ങോട്ട് പോകണമെന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അത് കൃത്യമായി ഒരു പക്ഷേ ഇയാൾ ഇങ്ങനൊരു കേസ് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയാൽ എങ്ങോട്ടാണ് എന്നുള്ളത് സംബന്ധിച്ചൊരു ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ വേണമെങ്കിൽ സർക്കാരിനോ പോലീസിനോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാം. പക്ഷേ
ഈ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ പിന്നെയും കഴിഞ്ഞാണ് തീരുമാനിക്കുന്നത്. കാരണം ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്നുള്ള സംശയമുണ്ടായി. അപ്പോൾ റൂറൽ പോലീസിന്റെ തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ പരിധിയിലാണ് അന്വേഷണം വന്നത്. അത് വലിയമല പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുന്നു. റൂറൽ SP ഓഫീസറാണ് മൊഴിയെടുത്തത്. പിന്നീട് ക്രൈം സ്പോട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് തൃക്കണ്ണാപുരമാണ് മൊഴിയിൽ പറയുന്നത്. അപ്പോൾ തൃക്കണ്ണാപുരം പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ നേമം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് തൃക്കണ്ണാപുരം വരുന്നത്. അപ്പോൾ നേമം സ്റ്റേഷനിലേക്ക് FIR മാറ്റുന്നു. പിന്നീട് സിറ്റി പോലീസിന്റെ അന്വേഷണത്തിന്റെ കീഴിലേക്ക് വരുന്നു. കാരണം അവിടെ സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് വേറൊരു പ്രശ്നം കൂടി തിരുവനന്തപുരത്തുണ്ട്. രാഷ്ട്രപതിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, അതിന്റെ മീറ്റിങ്ങുകൾ, അതിന്റെ കോർഡിനേഷനൊക്കെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലും ADGP ലോ ആൻഡ് ഓർഡർ തന്നെയാണ് ADGP ക്രൈംബ്രാഞ്ച്. അപ്പോൾ അവരെല്ലാം അതിൽ ഇൻവോൾവ് ആണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ കേസും കൂടെ വരുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരെ വഴിമാറ്റി വിടുകയൊക്കെ വലിയ പ്രയാസമായിരുന്നു. പ്രത്യേകിച്ച് ഇന്റലിജൻസ് വിഭാഗത്തെയും ഷാഡോ ടീമിനെയൊക്കെ പ്രതിയെ തിരക്കി വിടുക എന്നുള്ളത് അപ്പോൾ പ്രാപ്യമായിരുന്ന കാര്യമല്ല. രാഷ്ട്രപതിയുടെ വരവിനാണ് അന്നേരം മുൻഗണന കൊടുത്തത്. അന്ന് ആ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടന്ന് രാത്രിയിലാണ് സ്പെഷ്യൽ ടീമിനെ തന്നെ ഫോം ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്വാഭാവികമായ കാലതാമസം കൂടി വന്നിരുന്നു പോലീസിന്റെ ഭാഗത്ത്. അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ കൃത്യമായ സംവിധാനത്തിലുള്ള ഒളി സംഗതത്തിലേക്ക് പോയി. പക്ഷേ നേരത്തെ ഇന്റലിജൻസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നാൽ അയാൾ എങ്ങോട്ടാണ് മുങ്ങാൻ സാധ്യതയെന്ന് ഇന്റലിജൻസിന് മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പോലീസിന് വേഗത്തിൽ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ എത്തുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഒരു അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വാർത്തയിൽ